ഗുഡ് മോർണിംഗ് മാം. പിന്നെ ഞാൻ സാർ കഴിഞ്ഞ ദിവസം നമ്മളൊരു ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കോയിൻ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് സോൾട്ട് വാട്ടറിൽ കഴുകിയിട്ട് നമ്മളെല്ലാം ഫ്രഷായി നമ്മുടെ മൈൻഡെല്ലാം സെറ്റ് ഫ്രീ ആയി അത് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അത് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേയാണ് ചെയ്തത്. ഞാൻ ക്ലാസ് കണ്ടിട്ട് നല്ലൊരു ദിവസമായിട്ട് അങ്ങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അന്ന് 21-ാം തീയതി ചെയ്തത്. ഞാൻ 20-ാം തീയതി വൈകുന്നേരം തന്നെ കോയിനെല്ലാം ഇതുപോലെ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ലത് ഫ്രഷ് ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തിട്ട് അന്ന് രാവിലെ ഉപ്പുവെള്ളത്തിലെല്ലാം കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടാണ് അത് ചെയ്തത്. നല്ല മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് അഷ്ടമൊക്കെ ചൊല്ലിയിട്ട് അത് ഞാൻ ചെയ്തു തുടങ്ങിയത്. അതെനിക്ക് ഒരു ആവശ്യം 23-ാം തീയതിയിലേക്ക് വേണ്ടതായിരുന്നു ഒരു ആവശ്യം. രാവിലെ മോർണിംഗ് അത് ഞാനൊരു 5:45 ചെയ്തതാ. അത് ഞാൻ ചെയ്ത് പിന്നെ ഞാൻ എല്ലാം ചെയ്തു. എൻ്റെ വിശ്വാസമെല്ലാം ഞാൻ എഴുതി വെച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ എനിക്ക് 12 അവേഴ്സിനുള്ളിൽ 12 അവേഴ്സ് പോലും എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്കൂർ മാക്സിമം എടുത്തുള്ളൂ. ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ക്യാഷ് അത് എനിക്കൊരു അന്ന് 50,000 വേണമായിരുന്നു. കുറച്ച് 20,000 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രയും പൈസ കൂടെ എനിക്ക് വേണമായിരുന്നു. പക്ഷേ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് ആ ക്യാഷ് കിട്ടി. അതും നമുക്ക് കടമല്ല, അതൊന്നും അല്ലാതെ 50,000 ക്യാഷ് എനിക്കത് കിട്ടി. ഒത്തിരി സന്തോഷമായി. ഞാൻ ആ ടെക്നിക്ക് ചെയ്ത് അത് വളരെ വിശ്വാസത്തോടെ, ഞാൻ സാറിൻ്റെ ഓരോ ടെക്നിക്ക് ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ ഓരോ സാർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അത്രയ്ക്കും വിശ്വാസത്തോടു കൂടിയാണ്. അത് നമുക്ക് തരുന്ന ആ ഓരോ ടെക്നിക്കിലും സാർ അത്രയും എഫേർട്ട് ഇടുന്നത് കൊണ്ടാണ്. സാർ അത് ഒരാൾക്ക് അത് ഉപകരിക്കണം എന്ന രീതിയിൽ അത് ഇടുന്നതുകൊണ്ടായിരിക്കാം നമുക്കും കൂടെ അത് നമ്മളും ആ ഒരു മൈൻഡോടുകൂടി ചെയ്യുമ്പോൾ അത് 100 അല്ല 150% നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ അത് ഒരു വളരെ മിറക്കിളാണ് എനിക്ക്. കാരണം 50,000 അല്ലെങ്കിൽ ഗോൾഡ് ഞാൻ വൈകുന്നേരം എവിടെയെങ്കിലും കൊണ്ട് പണയം വെക്കേണ്ടി വന്നത് എന്നാണ് അതൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വച്ചിട്ട് വേണം കാര്യം നടക്കും. പക്ഷേ എനിക്കതൊന്നും വേണ്ടി വന്നില്ല. എൻ്റെ കയ്യിലുള്ള ഒരു പൈസ പോലും അത് എങ്ങനെ കിട്ടുന്നു, എന്താണ്, ഒന്നും എനിക്ക് അറിയേണ്ടി വന്നില്ല.